കടം വാങ്ങി പണക്കാരനാവും മനസാക്ഷിയില്ലാത്തവൻ. അത് കുറച്ച് കൂടുതലുള്ളവൻ പാവം. കടം വീട്ടാനാവാത്ത ദുഃഖത്തിൽ തൻ്റെ ജീവൻ ഭൂമിക്ക് നഷ്ടപ്പെടുത്തുന്നു. എനിക്കങ്ങ് മനസ്സിലായില്ല കേട്ടോ, ഒന്ന് തെളിച്ച് പറയോ? മനസാക്ഷി ഇല്ലാത്തവൻ പണക്കാരനാവും, മനസാക്ഷി ഉള്ളവൻ കടക്കാരനും. കണ്ണാടി നോക്കിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. നൊമ്പരം മുഴുവൻ പടർന്നു കയറുമ്പോൾ, കനച്ചു നീറുമ്പോൾ മനം കാട്ടിത്തരുന്ന, വഴി കാട്ടിത്തരുന്ന എൻ്റെ സ്വാർത്ഥതയത്. നിന്റെ അച്ഛൻ നമ്പൂരി വന്നോടി മോളെ? എൻ്റെ നമ്പൂരി നല്ല മനുഷ്യനായിരുന്നു. ഞാനിവിടെ ഇങ്ങനെ അന്തർജനമായിട്ട് കഴിയണമെന്നുള്ള ഒറ്റ ശാഠ്യം മാത്രം. നിനക്ക് അന്തർജനം എന്ന് വെച്ചാൽ എന്തുവാന്നറിയാവോ? ആ കത്തമ്മ, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എത്തി നിൽക്കുന്ന, ഒളിച്ചു നിൽക്കുന്ന സ്ത്രീ, നമ്പൂരിക്ക് വെച്ച് വിളമ്പുന്ന നമ്പൂരി സ്ത്രീ. ഞാനതായിരുന്നേ അദ്ദേഹത്തിന്. എൻ്റെ ഏട്ടനൊഴികെ ബന്ധുക്കളെല്ലാം പരലോകപ്രാപ്തരായി. ഞാനും എൻ്റെ മോളും ഒറ്റയ്ക്കായി. എൻ്റെ നമ്പൂരിയെ കാണാതെയും പോയി. എൻ്റെ തലയുടെ താളം തെറ്റിയത് കൊണ്ടാ എൻ്റെ നമ്പൂരി എന്നെ ഇട്ടേച്ച് പോയത്. പോട്ടെ, പോയത് പോട്ടെ. നീയും ഇട്ടേച്ച് പോവോ? ആ പാച്ചന്റെ അളിയും കടങ്കേറി ചത്തു, കൂട്ടത്തിലെ പാവം മോളെയും കൊന്നു. കേട്ടു കേട്ടു, കേൾക്കാതിരുന്നാ മതിയായിരുന്നു. പരമ പോക്കർത്തരമല്ലയോ അവൻ ചെയ്തത്. എനിക്കങ്ങോട്ട് സ്വാഗതിപ്പിക്കാൻ ഒക്കുന്നില്ല ഉണ്ണി. പണ്ടൊക്കെ നെല്ലും പതിരും ഭൂമിയൊക്കെ ജന്മിമാര് പത്തായത്തി പൂട്ടിയിടുന്ന കാലത്തെ കർഷകർ ഇമ്മാതിരി മണ്ടത്തരമൊന്നും കാണിച്ചിരുന്നില്ല. കഷ്ടം. എൻ്റെ കുട്ടിക്കാലത്തെ കർഷകർ കമ്മ്യൂണിസ്റ്റിൽ ചേരുമായിരുന്നു. ഇപ്പൊ വന്ന് വന്ന് എത്രയെത്ര നിറങ്ങളുള്ള കൊടികളാണെന്നോ. ഒന്നിൻ്റെ അർത്ഥം എൻ്റെ തലയിൽ ഉദിക്കാതായി. ഒരുപാട് കള്ളു കുടിച്ചു എന്ന് വെച്ച് അത്താഴം ഉണ്ണാണ്ട് കിടക്കണ്ട. ദാ അയ്യോ, ശോ.
മുതലാളിത്തത്തിന് ലാൽസല, തലക്കെട്ട്. കൊൽക്കത്ത. രാജ്യത്തിന് സോഷ്യലിസം അസാധ്യമാണെന്നും ബംഗാളിൻ്റെ വ്യവസായ വികസനത്തിന് വിദേശിയും സ്വദേശിയുമായ മൂലധനം അത്യാവശ്യമാണെന്നും മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസു അഭിപ്രായപ്പെട്ടു. മാർക്സിസം ലെനിനിസത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കുന്ന ഈ പ്രഖ്യാപനം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കകത്താണ് നാം പ്രവർത്തിക്കുന്നതെന്നും കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനശിലയായ വർഗസമര സിദ്ധാന്തത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ബസു പറഞ്ഞു. നാശം. ബാക്കി വായിക്കട്ടോ? ഇനിയിപ്പോ കൂടുതൽ എന്നാ വായിക്കാനാ? ഇതിന്റെ അർത്ഥം ഇനി കണ്ട തുരുത്തിലെല്ലാം കേറി കവുങ്ങൊക്കെ വെട്ടി കൊടിമരം ഉണ്ടാക്കണ്ടെന്നാണോ? എല്ലാം ദൈവ നിശ്ചയം. ഹലോ, അതെ അതെ അതെ, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് വിശ്വസിക്കുന്നു. പണം നമുക്കൊരു പ്രശ്നമല്ലല്ലോ. ശരി 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 ശരി, ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ ശരി. ഇങ്ങനെ കാണുന്നതാ ഭേദം. പകുതിക്ക് രാഷ്ട്രീയം കളിച്ചിട്ട് എനിക്ക് കിട്ടിയത് പാതി കണ്ണ. ജ്ഞാനത്തിനായി കുമ്പിൾ നീട്ടുന്ന പൂവിൻ്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം. ജീവന്റെ നീതിക്കിരക്കുന്ന പ്രാവിൻ്റെ ജാതകം നോക്കുന്നു ദൈത്യന്യായാസനം. ഇരുളും വെളിച്ചവും തിരമേച്ചു തുള്ളാത്ത പെരിയ സത്യത്തിൻ്റെ നിർവികാരത്വമായി ഉറവിൻ്റെ കല്ലെറിഞ്ഞുട പിറന്നവർ കൂകി നാരായണത്വ ഭ്രാന്തൻ. ഈ അടിവരയിട്ടിരിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ട വരികളാ? അല്ല, ഇഷ്ടപ്പെടാത്ത ജീവിതത്തിലെ അടിവരയിട്ട വരികളാ. എനിക്ക് ഈ പറഞ്ഞതും അടിവരയിട്ട വരികളും ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. ഈ പുരുഷന്മാരൊക്കെ ഇങ്ങനെയാ, എന്നെ കളിപ്പെടുത്തുക. അതെ, അതാണ് സത്യം.